പക്ഷെ അതൊരു ഭീഷണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവന് പകയുണ്ട്, ഇവന് പണം വേണം, അതുകൊണ്ട് എല്ലാത്തിനും ഞാൻ നശിപ്പിക്കും. പക്ഷെ പോലീസുകാർ സൂക്ഷിച്ചോണം ഇവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. അവനറിയാം ഒറ്റയടിക്ക് കൊല്ലാനുള്ള വേല നമ്മളിൽ നല്ല നിശ്ചയം അവനറിയാം, ഇല്ലേ? എന്തിനാണ് അപ്പൊ മാനസിക പ്രശ്നമല്ലോ, അതിന് പിന്നെ കൊല്ലുന്ന എന്തിനെന്ന് അതിന് കാര്യം പറയാണ്. പകയാകുമ്പോ കാണുന്നവരെല്ലാം കൊന്നു കൊടുത്ത് ഒരു ജന്മത്തിൽ മുഴുവൻ എത്രായിരം പേരെ കൊന്നെടുക്കണം അവന്റെ 8 വർഷം കൊണ്ടുള്ള പക നോക്കിയാൽ. ഇത്രയും പേരെ കൊന്ന് അതിന്റെ പാപഭാരം ചുമക്കേണ്ട ആവശ്യം ഇവനങ്ങ് ആത്മഹത്യ ചെയ്താൽ പോരായിരുന്നു. സാർ, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനെ കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. അവനെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത്. സെൻട്രൽ ജയിലിൽ എത്തിയ ശേഷം ഉദ്യോഗസ്ഥരോട് അവൻ കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്തിനാണ് താൻ ഉമ്മയെയും മറ്റുള്ളവരെയും കൊന്നത് എന്ന കാര്യങ്ങൾ അവരോട് ഒരു കൂസലുമില്ലാതെ വെളിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ താൻ ഇനിയും അവസരം കിട്ടിക്കഴിഞ്ഞാൽ സ്വയം ഇല്ലാതാകും, അതായത് ആത്മഹത്യ ചെയ്യുമെന്നാണ് അഫാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? അവന്റെ ഇതുവരെയുള്ള പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ ഞാൻ ആ സാധ്യത കാണുന്നില്ല. പക്ഷെ അതൊരു ഭീഷണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവന് എന്തിനാണ് ഇത്രയും പേരെ കൊന്നത് എന്ന് ഇതുവരെ നമുക്കാർക്കും മനസ്സിലായിട്ടില്ല. അത് അവൻ വെളിപ്പെടുത്തുമെന്ന് എനിക്ക് സംശയമാണ്. പല തിയറികളാണ് പോലീസ് പൊതുവെ ഈ കാര്യത്തിൽ പറയുന്നത്. വൈരാഗ്യം, അവന് പണം കിട്ടാത്തതിനുള്ള വൈരാഗ്യം, അവര് വ്യക്തിപരമായിട്ട് അപ്പൻ്റെ ചേട്ടനോടൊക്കെ, അങ്ങനെയൊക്കെ പല ഓരോ മർഡറിനും ഓരോ റീസണിങ്ങാണ് പറയുന്നത്. അത് മൊത്തം നമ്മൾ പരിശോധിക്കുമ്പം ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അല്ലെങ്കിൽ ഇവൻ എന്തിനു വേണ്ടിയാണ് ഇത്രയും കൊലപാതകം ചെയ്തതെന്നും ഒരു വ്യക്തത അതിൽ നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ട് ഇവൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതിൻ്റെ കാരണം ഇവൻ എല്ലാവരെയും കൊന്നിട്ട് കുളിച്ചൊരുങ്ങി വല്ല ഡ്രസ്സ് ഇട്ടിട്ട് വന്നതിനാണ്. അവൻ അന്ന് ആത്മഹത്യ ചെയ്യേണ്ടതല്ലേ? അങ്ങനെ നോക്കുക ചെയ്തില്ല. അപ്പം ചെയ്യാതെ ഇരിക്കുന്നതിന് പ്രത്യേക കാരണവും റീസണിങ് ഉണ്ട് അവന്. അപ്പൊ അതുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്യാത്തത്. ഇപ്പം അവന് പറയുന്നത് ഒരു ഭീഷണിയുടെ സ്വരത്തിലായിരിക്കും ജയിലിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് അവന് കൂടുതൽ കാര്യം നേട്ടം. അവന് നല്ല ഭക്ഷണം കിട്ടണം, അത് വലിയൊരു മസ്റ്റാണ്. ജയിലിൽ ഉള്ള റേഷൻ അവന്. അപ്പൊ ഇവനെ അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി കഴിയുമ്പോൾ നല്ല ഭക്ഷണമൊക്കെ അവന് കൊടുക്കും എന്നൊക്കെയാണ് അവൻ കരുതുന്നത്. അവന് ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല, വെരി ഹെൽത്തിയാണ് ആ പോയി. അതുകൊണ്ട് എന്ത് സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിലും ശരി, നന്നായിട്ട് തിന്നു കൊഴുത്ത ശരീരം തന്നെയാണ്. അതിന് യാതൊരു അവൻ്റെ ആ ബെയർ ബോഡിയൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വിശപ്പ് അവന് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജയിലിൽ ഇങ്ങനെയുള്ള ത്രട്ടണിങ് ഒക്കെ കൊണ്ട് നല്ല ആഹാരമൊക്കെ കിട്ടണം അവന്. അതൊക്കെ ഉദ്ദേശിച്ച് തന്നെ പറയുന്നത്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം ഇതുപോലെയുള്ള ആൾക്കാർ എത്ര പേരെ കണ്ടിരിക്കുന്നു നമ്മൾ. അങ്ങനെയാണെ ആറ് പേരെ കൊന്ന ആന്റണി ഇത് ചെയ്യണ്ടേ? ചെയ്തില്ലല്ലോ. അവര് ചെയ്യുന്നത് എന്തിനാണ്? അവരുടെ കാര്യം നടക്കാനും അവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്, അതുകൊണ്ടല്ലേ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവൻ അന്നേരം ഞാൻ അതുകൊണ്ട് ഇവൻ കുളിച്ചൊരുങ്ങി മിടുക്കനായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സറണ്ടർ ചെയ്യുമ്പോൾ ഇനിയും അവന് ജീവിക്കണം എന്നല്ലേ അതിന്റെ ധ്വനി. അതാണ് അവന്റെ ആകെ. എത്ര പേരെ കൊന്നാലും ശരി, ഇനി അവന് ജീവിക്കണം. ഓക്കെ, ഇപ്പൊ എന്തായാലും അവൻ ഈ ഒരു ഭീഷണി മുഴക്കിയത് കൊണ്ട് 24 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. സെപ്പറേറ്റ് ഒരു സെല്ലിലാക്കിയിട്ടുണ്ട്. വേറൊരു അന്തേവാസിയും കൂടി കൂടെയുണ്ട് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇവൻ ഈ ഉദ്യോഗസ്ഥരോട് ഇത്രയും പേരെ കൊന്നിട്ട് പോയിട്ടും ജയിലിലെത്തിയപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ഒരു കൂസലില്ലാതെയാണ് കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയും അനുജനും കാമുകിയുമായിരുന്നു. അമ്മ മരിച്ചുവെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊന്നത്. ബന്ധുക്കൾ സ്ഥിരമായി ആക്ഷേപിച്ചു. കൊല്ലുന്നതിന് മുൻപ് കാമുകിയോടും അനുജനോടും കൊലപാതകങ്ങൾ ചെയ്തത് പറഞ്ഞിരുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് കാമുകിയോട് മാത്രം കൃത്യമായിട്ട് എല്ലാവരോടും പറഞ്ഞു, അതിനുശേഷം കൊലപാതകം നടത്തി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ പറയുന്നു അനുജനോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതിനുശേഷമാണ് അനുജനെയും തട്ടിയത് എന്നാണ്. അത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും? ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. അതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അതിന് അവനൊരു ഡിഫൻസ്, ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു റീസണിങ് ഒക്കെ ഇപ്പൊ അവൻ കൊണ്ടിരുന്നതാണ് ആലോചിച്ചിട്ട്. അല്ലാതെ ഞാൻ ഇത്ര പേരെ കൊന്നിട്ടാണെന്ന് അവരുടെ അടുത്ത്, പ്രത്യേകിച്ച് ഇവന് ഇഷ്ടപ്പെടുന്ന കാമുകി ആ പെൺകുട്ടിയോട് പറയുക, ആ വീട്ടിലെ ഇളയ സഹോദരൻ്റെ അടുത്ത് പറയാം. എനിക്ക് തോന്നുന്നില്ല അതൊക്കെ പറയുന്നു. ഇവൻ എന്താണ് ഇവന്റെ മനസ്സിലിരിക്കുന്ന കാര്യം അങ്ങനെ ഇതുവരെ അവന് ആരുടെ അടുത്തും പങ്കുവെച്ചിട്ടില്ലല്ലോ. ഒരു മനുഷ്യൻ ഒരു കൂട്ടുകാരുടെ അടുത്തും പങ്കുവെച്ചില്ല. ഞാനിങ്ങനെ കൊല്ലും, ഇത്രയും പേര്. ഇവനൊരു വൈരാഗ്യ മനസ്ഥിതി ഉണ്ട്, ഇവന് പകയുണ്ട്, ഇവന് പണം വേണം, അതുകൊണ്ട് എല്ലാത്തിനും ഞാൻ നശിപ്പിക്കും എന്നൊരു വാക്ക് സാധാരണ വീമ്പിളക്കുന്നുണ്ടല്ലോ പിള്ളേര്. അതൊന്നും ചെയ്തിട്ടില്ലല്ലോ, ആരോടും പറഞ്ഞിട്ടില്ല. മനസ്സിൽ നടക്കുന്ന സംഘർഷം എന്താണെന്ന് അവന് മാത്രം അറിയാം, വേറെ ഓരോരുത്തരും അറിഞ്ഞില്ല. അവന്റെ അമ്മയോട് പോലും പങ്കുവെച്ചത് സംശയമാണ് എല്ലാത്തിനും കൊല്ലുമെന്ന്. എനിക്ക് തോന്നുന്നില്ല. അമ്മയ്ക്ക് ഇവന്റെ ഈ പെരുമാറ്റങ്ങളും
ഇവന്റെ സംസാരങ്ങളും ഇവന്റെ ഓരോരോ പ്രവർത്തികളും ഒക്കെ അമ്മയ്ക്ക് സംശയം വരും. ഇവൻ എന്താണ് ഇങ്ങനെ അബ്നോർമൽ ആകുന്നത് എന്നൊരു അമ്മയ്ക്ക് സംശയം വരാം. അത് ഇവൻ പറഞ്ഞതല്ല, പെരുമാറ്റം കൊണ്ടാണ് അത് വരുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നണില്ല ഇവനെ ജയിലിൽ കിടന്ന് ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെയാണ് കേടൽ ആത്മഹത്യ ചെയ്യണമായിരുന്നല്ലോ. കേടലും ആത്മഹത്യ ചെയ്തില്ല. അവനെ അവിടെ ഒരു സെല്ലില് അവനെ വാച്ച് ചെയ്തത് നല്ല കാര്യമാണ്. കാരണം ഇത്ര പേരെ കൊന്നാലല്ലേ. അതുകൊണ്ട് സൂയിസൈഡ് ചെയ്യാനുള്ള നോർമലായിട്ട് നമ്മൾ പലരെയും അങ്ങനെ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഇവന്റെ കാര്യത്തിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. ഈ പ്രതിയെയും കൊണ്ട് ഇനി എങ്ങനെ പോലീസ് തെളിവെടുപ്പിന് പോകും? ഇവനെ എന്തായാലും തെളിവെടുപ്പിന് കൊണ്ടുപോയല്ലേ പറ്റുകയുള്ളൂ. ഇപ്പോൾ മാനസിക നില ശരിയാണ് എന്ന് ഡോക്ടർമാർ പറയുന്നു, പക്ഷെ സാറ് പറയുന്നു മാനസിക നില അത്ര ശരിയല്ല എന്ന്. ഈ പ്രതിയിൽ നിന്ന് ഇനി പോലീസിന് എന്ത് കിട്ടും? പോലീസിന് ഇവനെ കസ്റ്റഡി വാങ്ങിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്താതിരിക്കാൻ ഒക്കില്ല. പ്രത്യേകിച്ച് ഡോക്ടർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത സ്ഥിതിക്ക് നല്ല ഹെൽത്തിയാണ്, മെന്റലായിട്ട് ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പോലീസ് കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല. പക്ഷെ പോലീസുകാർ സൂക്ഷിച്ചോണം ഇവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. അവനറിയാം ഒറ്റയടിക്ക് കൊല്ലാനുള്ള വേല നമ്മളിൽ നല്ല നിശ്ചയം അവനറിയാം, ഇല്ലേ? എന്തെങ്കിലും സാധനം വെച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇവന്റെ മെന്റൽ ആയിട്ടുള്ള ഇവന്റെ പ്രവൃത്തി ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല ഈ പയ്യന്റെ. അതുകൊണ്ടാണ് വളരെ റിസ്ക്കിയാണ്. ഇവൻ ചാവുമൊന്നുമില്ല എന്ന് എൻ്റെ ഒരു ധാരണ. അത് നേരത്തെ അവൻ ചാകേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. അപ്പൊ അവൻ ഒരിക്കലും മരണത്തിലേക്ക് ഇവൻ സ്വന്തമായിട്ട് പോവില്ല. ഇനിയും ആരെ കൊല്ലാൻ സൗകര്യം കിട്ടുമെങ്കിൽ കൊല്ലും. ഒരു ചെന്താമര, ഒരു നമ്മുടെ നന്തൻകോട്ടെ ആ ചെറുക്കൻ്റെ ഒരു ജ്യേഷ്ഠൻ എന്നൊക്കെ ഞാൻ പറയുന്നതിന്റെ കാരണം അവരുടെ ഏകദേശം മാനസിക നില തന്നെയാണ് ഇവന്. ചെന്താമരയുടെ മാനസിക നില ഇവൻ്റെ ഉണ്ട്, ഈ നന്തൻകോട് കേടന്റെ മാനസിക നില ഇവനുണ്ട്, ഇല്ലേ? ആ മാനസിക നിലയാണ് ഇവനെ. അപ്പൊ അത് ആ രണ്ട് കേസിലും മറ്റവനെ ചെന്താമരയ്ക്ക് എന്താണ്, അത് നോർമലായിട്ട് ജയിലിൽ കിടന്ന് അതിനുശേഷം ജാമ്യത്തിൽ വന്ന് അതിനുശേഷം കുറച്ചു നാൾ അവിടെയൊക്കെ ഇറങ്ങി അതിനുശേഷം 2 മാടുകൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഡയറിയിലെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഡയറി കണ്ടെടുക്കണം, വീട്ടിലെ 3 വീടുകളിൽ കൊണ്ടുപോകണം. പോലീസിന് പിടിപ്പത് പണിയുണ്ട്, അതേപോലെ അത്രയും റിസ്ക്കുമുണ്ട്. അത് എങ്ങനെ ഇനി പോലീസ് തരണം ചെയ്യണം? അത് ചെയ്യും, അത് പോലീസ് തരണം ചെയ്യും. കാരണം ഇവനെ അൺകഫ് ചെയ്ത് ഇവനെ കൊണ്ടുപോകുന്നൊക്കെ വളരെ റിസ്ക്കിയാണ്. അത് അങ്ങനെ തന്നെ പോലീസ് കൊണ്ടുപോകാതിരിക്കാൻ ഒക്കില്ല. നല്ല സുശക്തമായ സെക്യൂരിറ്റിയോട് ഇവനെ കൊണ്ടുപോകും. കാരണം ഓരോ വീട്ടിലും ഇവനെ കൊണ്ടുപോയി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയേ പറ്റുള്ളൂ. ആ റീകൺസ്ട്രക്ഷൻ തിയറി എങ്ങനെയാണ്, ആദ്യം ആരെയാണ് കൊന്നത്, നമ്മുടെ വെഞ്ഞാറമ്മൂട്ടിലെ കൊലപാതകമല്ലേ ഞാൻ പറഞ്ഞ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെയും ആ വൈഫിൻ്റെയും കൊലപാതകം എങ്ങനെയാണ്, ആദ്യം ആരെ കൊന്നു എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മളിപ്പം ചിന്തിക്കുമ്പോൾ അയാളെ സെറ്റിലിരുന്ന് ചത്തിരിപ്പുണ്ട്. ഞാൻ ആദ്യം പോലെ പറയുന്നുണ്ട്, അയാളെ അടിച്ചു വീഴ്ത്തിയിട്ട് ആ സമയത്ത് അയാളുടെ വൈഫ് ഇറങ്ങി വന്ന് അവരെ കൊന്ന ശേഷം ഇയാളെ കൊണ്ടുപോയി സെറ്റിൽ ഇരുത്തി എന്ന് ഞാൻ പറയും. എടുത്തുകൊണ്ട് ഇരുത്താനുള്ള ആരോഗ്യം വരുന്നുണ്ട്. ആ പെങ്കൊച്ചിനെ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സെറ്റിൽ കൊണ്ട് ആ കസേരയെ കൊണ്ടുപോയി ഇങ്ങനെ മലത്തിൽ കിടത്തിയിട്ട് പിന്നെ അവളെ അടിച്ച് അൺകോൺഷ്യസ് ആയി കിടക്കുന്നവളുടെ മുഖത്ത് ഹാമർ കൊണ്ട് അല്ലെങ്കിൽ ചുറ്റി കൊണ്ട് നിരന്തരം അടിക്കുകയാണ്. പിന്നെ അതൊക്കെ എന്തൊരു മാനസികാവസ്ഥയാണ്! അതൊക്കെ ഭയങ്കര ക്രൂരമായ ഒരു മാനസികാവസ്ഥ തന്നെയാണ്. അപ്പൊ അതിനോട് ആ രീതി അത് എന്തിനാണെന്ന് പോലീസ് കണ്ടുപിടിക്കാനായിട്ട് സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേടന്റെ കാര്യത്തിൽ എന്ത് പറയാനൊക്കെ, പിന്നെ അയാൾ അന്ധവിശ്വാസിയാണ്, അസ്ട്രോൾ പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തിയറി അത് അവൻ വിശ്വസിക്കുന്നുണ്ട്. അത് അവന്റെ സിസ്റ്റത്തിനകത്ത് കയറി നോക്കിയപ്പോൾ അതൊക്കെ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഇവൻ എന്തിനാണെന്ന് പോലീസ് കണ്ടുപിടിക്കണ്ടേ? ഇവന് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇവന്റെ മൊബൈൽ ഫോണ് ഇതല്ലാതെ വേറെ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അത് കോസ്റ്റ്ലി ആയ മൊബൈൽ ഫോൺ, എല്ലാ ഫെസിലിറ്റി അതിനകത്തുണ്ട്. അത് മുഴുവൻ പോലീസ് സ്റ്റഡി ചെയ്യണം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവനെ അതെല്ലാം പഠിച്ച ശേഷമേ പോലീസ് ചിലപ്പോൾ ഇവനെ വീണ്ടും കസ്റ്റഡി ചോദിക്കുകയുള്ളൂ. കാരണം പോലീസിന് ഇവന്റെ മൊബൈൽ ഫോണിലെ 8 വർഷത്തെ കോണ്ടാക്റ്റുകൾ മുഴുവൻ നോക്കും. അത് രഹസ്യമായിട്ട് ആ കോണ്ടാക്ട് ആരൊക്കെയാണെന്ന് അറിയണം. ഇവനായിട്ട് എന്തിനാ ബന്ധം വന്നത്, പണമിടപാട് തന്നെയാണോ അതോ മറ്റു രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഉസ്താദ്, ഞാൻ അതുകൊണ്ടാണ് അത് പറയുന്നത്. അങ്ങനെ ഒരാൾ രംഗത്തുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇതിനെ സഞ്ചരിക്കണം. അവനെ ചോദ്യം ചെയ്ത് അവൻ പറയുന്നതെന്ന് അതേപടി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത്രയും നാളും അഫന്റേതായി വന്ന മൊഴിയുടെ നേരെ വിപരീതമായ കാര്യങ്ങളാണ് പിന്നീട് വരുന്ന മൊഴികളിൽ കാണുന്നത്. ഇപ്പോൾ അവൻ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത് അമ്മയെ കൊന്നു, അതായത് അമ്മ മരിച്ചു എന്ന് കരുതിയാണ് താൻ മറ്റുള്ളവരെയും കൊന്നത് എന്നാണ്. ഈ കൊലപാതകം നടക്കുന്ന ദിവസം രാവിലെ 2000 രൂപ ഉമ്മയോട് ആവശ്യപ്പെട്ടു. ഉമ്മ കൊടുത്തില്ല. അതേ ചൊല്ലി തർക്കമുണ്ടായി.
പിന്നീട് കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉമ്മ മരിച്ചു എന്ന് കരുതി അതിനുശേഷം മറ്റ് കൊലപാതകങ്ങൾ നടത്തി. അപ്പോൾ കൊലപാതകം പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ടാണ് അടുത്തുള്ള കടയിൽ നിന്ന് ചുറ്റിക വാങ്ങിയത്. അപ്പോൾ ഒറ്റയടിക്ക് മരണം ഉറപ്പിക്കുക എന്നൊരു ലക്ഷ്യം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് ചുറ്റിക വാങ്ങി മറ്റുള്ളവരെ കൊലപ്പെടുത്തി എന്നാണ് ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഓരോ മൊഴികൾ വരുമ്പോഴും ഒന്നുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അതെ, ഇത് ഞാൻ പറഞ്ഞത്, ഇത് 3 വീട്ടിൽ നടന്ന കൊലപാതകം. 25 കിലോമീറ്റർ അകലെയാണ് ഒരു കൊലപാതകം നടന്നത്. ഇത് ഒരു തരത്തിലും നമുക്ക് അത് പൊതുവായ ഇവരൊരു ഇന്റൻഷൻ ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാലത്തും നടക്കത്തില്ല. ഈ 3 വ്യത്യസ്തമായ സാഹചര്യത്തിൽ ജീവിക്കുന്നവരെ വ്യത്യസ്തമായ രീതിയിൽ അവരെ കാണുകയും അങ്ങനെയുള്ളവരെയൊക്കെ എങ്ങനെയാണ് ഇവനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്, അതൊക്കെ മനസ്സിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത് നമുക്ക് പറയും. ഒരു വ്യക്തത പോലീസിന് ഇതിനകത്ത് കിട്ടൂല. എൻ്റെ ഒരു കണക്കൂട്ടില്ല അതാണ്. എന്തിനാണ് ഇവർ അവൻ്റെ വീട്ടിലുള്ളവരെ കൊന്നു, പിന്നെ മറ്റു വീടുകളിൽ പോയി കൊല്ലുന്നത് എന്തിന്? അതിൻ്റെ ഒരു തീർച്ചയായിട്ടും പർപ്പസ്, ഇന്റൻഷൻ, അവൻ്റെ ഉദ്ദേശം എല്ലാം അറിയണം നമ്മൾ. അത് പോലീസ് അതിലേക്ക് വരാനായിട്ട് സാധ്യത വളരെ നല്ല എക്സ്പീരിയൻസ്ഡായ ഒരു വെറ്ററൻ DYSPയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻസ് ഇതിനകത്ത് വേണം. അല്ല ജൂനിയർ DYSPക്ക് എങ്ങും എത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് തീർച്ചയായിട്ടും മലയാളികൾക്ക് നമ്മുടെ ഇവനെ പോലെയുള്ളൊരു കുട്ടി ഇങ്ങനെ കാണിച്ചതിൻ്റെ കാരണം കണ്ടെത്തണം. അവനെ മാനസികമായി ഈ ലെവലിൽ ചെന്നത് എത്തിയത് എങ്ങനെയാണ്? അത് വീട്ടിൽ അവളെ വളർത്തുദോഷമാണോ? അവൻ്റെ അമ്മ കടം വാങ്ങിച്ച് അത് ഇവനും അമ്മയും കൂടെ കടം വാങ്ങിച്ച് തിന്നതാണോ? കാരണം പണം ഇവന് ആവശ്യപ്പെടുകയാണ്. അമ്മയുടെ അടുത്ത് നിരന്തരം പണം ആവശ്യപ്പെട്ട് ഊറ്റിക്കാണ്. അതാണിക്കും കടം വന്നത്. അമ്മയ്ക്ക് മൂത്ത മകനാണ്, അമ്മയ്ക്ക് ഭീഷണി ഉണ്ടാവും. പക്ഷെ അമ്മയ്ക്ക് ഇവന് പണം കൊടുക്കാതിരിക്കാൻ മേല, അല്ലെ അമ്മയെ കൊല്ലും, അങ്ങനെയൊക്കെ ഒരു ചിന്ത ചിലപ്പോൾ അമ്മയുടെ മനസ്സിലുണ്ടാവും. അങ്ങനെയായിരിക്കണം ഇത്ര വലിയ ഭീമമായ കടത്തിലേക്ക് ഈ കുടുംബം പോയത്. ഈ മകനെ അമ്മയെ ഭീഷണിപ്പെടുത്തി തന്നെ ഇത് അന്നേരം തന്നെ പോലീസ് സ്റ്റേഷനിൽ പറയേണ്ട കാര്യങ്ങൾ. ഞാൻ ഇതിനു കുറെ കേസുകൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് വേറെ രക്ഷയില്ല, ജീവൻ അപകടത്തില്ല. അമ്മയുടെ തന്നെ ജീവൻ അപകടത്തിലായില്ലേ ഇപ്പം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ പോലീസിൽ അറിയിച്ചിട്ട് നിയമപരമായ നടപടി എടുക്കണം. ഇവനെ ഒന്നും വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഞാനത് കുറെ ചാനലിലും കുറെ യൂട്യൂബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജില്ലാ ആശുപത്രിയിലും പ്രത്യേക വാർഡ് വേണം. പക്ഷേ അങ്ങനെ പറയുമ്പോഴും അവന്റെ മാനസിക നില പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞത് ഒരു കുഴപ്പവുമില്ല എന്നാണ്. മാനസിക നിലയ്ക്ക് ഒരു പ്രശ്നമില്ല, കൃത്യമായ നല്ല ബോധത്തോടു കൂടിയാണ് ഓരോ കൊലപാതകവും നടത്തിയെന്നാണ്. അപ്പോ നമ്മൾ പിന്നെ എങ്ങനെയാണ് ഒരു മാനസിക നില പ്രശ്നമുള്ള ഒരാള് എന്നുള്ള രീതിയിൽ കണക്കാക്കാൻ പറ്റുക? ആ ഡോക്ടർമാരുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെ ഒരു ഒപ്പീനിയൻ ഒരു ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കണമെന്ന് പറ്റത്തില്ലല്ലോ. അത് അവർ വിശകലനം ചെയ്ത് ശരിയല്ല. ആ ഡോക്ടർമാര് മാനസിക നില കുഴപ്പമൊന്നുമില്ല, പെരുമാറ്റം ഒക്കെ ആസ് യൂഷ്വൽ, എല്ലാം ആഹാരം കഴിക്കുന്നുണ്ട്, ചോദിക്കുന്ന സമ്മാനം പറയുന്നുണ്ട്, ആശുപത്രി മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ കഴിയുന്നുണ്ട്, എല്ലാത്തിനും സഹകരിക്കുന്നുണ്ട്, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, നടക്കാൻ പറഞ്ഞാൽ നടക്കുന്ന എല്ലാം ഉണ്ട്, അവന് എല്ലാം കൃത്യം ചെയ്യുന്നുണ്ട്. അതാണ് മാനസിക. അങ്ങനെയുള്ള ഒരു ചെറുക്കനാണല്ലോ ഇത് ചെയ്തത്. അതേപ്പറ്റി എന്താ ഡോക്ടർമാർ പറയാത്തത്? അതൊന്നും അവരുടെ കാൽക്കുലേഷനൊന്നും ഞാൻ അതിനോടൊന്നും അങ്ങനെയുള്ള കാൽക്കുലേഷൻ ഞാൻ എതിര് പറയുന്നതിന്റെ കാരണം അതാണ്. അവരൊന്നും ഇത് വിശദമായിട്ട് പഠിച്ചിട്ട് ഇതിനൊരു സൊല്യൂഷൻ ഒരു സൈക്യാട്രിയോ ഒരു സൈക്കോളജിസ്റ്റോ കണ്ടെത്തൂല. ആ മനസ്സിനകത്തോട്ട് കയറി അവർ നടത്തിട്ട് അവർ തീരുമാനം പറയട്ടെ. അങ്ങനെ ആരും പറയുന്നത് അവിടെ ഇവിടെ പറഞ്ഞിട്ടൊന്നും നമ്മളെപ്പോലുള്ളവരെ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് സൈക്യാട്രിയുടെയും സൈക്കോളജിയുടെയും മാനസികാരോഗ്യമുണ്ട് സാധാരണ എല്ലാ പെരുമാറ്റം. അതിന്റെ ഇടയ്ക്ക് ഓരോ കൊലപാതകവും നടത്തുന്നുണ്ട്. അതിനെപ്പറ്റി അവരെന്താ പറയുന്നത്? അവർക്ക് അതേപ്പറ്റിയൊന്നും പറയാനില്ല. കാരണം അവനിപ്പം നോർമൽ ചൈൽഡ്, നാട്ടുകാർ മുഴുവൻ നല്ല അഭിപ്രായം പറഞ്ഞു, ബന്ധുക്കളെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു, ഇവനുമായിട്ട് പരിചയപ്പെട്ടിട്ട് നല്ല കുട്ടി എന്നല്ലേ പറയുന്നത്. പക്ഷെ ഇത്രയും ക്രൈം ചെയ്തൊരു കുട്ടിയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അവരുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അത് കണ്ടെത്താനായിട്ട് പോലീസിന് കഴിയണം. അത് വേറൊരു സൈക്കോളജിയോ സൈക്കാട്രിയോ വിചാരിച്ചാൽ ഒരു ഒപ്പീനിയൻ കൊടുക്കാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ എന്താണ് ഇവന്റെ ഈ മാനസിക രൂപീകരണം ഈ രീതി വരാനുള്ള കാരണം കണ്ടെത്തണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവന് ഒരുപക്ഷെ നിരോധിത സംഘടനകളുമായിട്ടോ ഉസ്താദുമാരുമായിട്ടോ മന്ത്രവാദികളുമായിട്ടോ ബന്ധമുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് അതിലോട്ട് കടക്കുന്നില്ല. പക്ഷേ സാറ് പറഞ്ഞിടത്തേക്ക് വരുമ്പോൾ വീണ്ടും സംശയം. ഒരു 5-8 ദിവസം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് മനോരോഗ വിദഗ്ധര് ഇവനുമായിട്ട് സംസാരിച്ചതാണ്. മെന്റൽ ഹെൽത്ത് കൃത്യമായിട്ട് അളന്നിട്ടായിരിക്കുമല്ലോ പോലീസിനോട് കൊണ്ടുപോകാൻ പറഞ്ഞത്, അല്ലാതെ കൊണ്ടുപോകില്ലല്ലോ. അപ്പോ അവരുടെ കാൽക്കുലേഷൻ തെറ്റാനുള്ള സാധ്യതയുണ്ടോ? തെറ്റീനാണ് ഞാൻ കരുതുന്നത്. കാരണം ചുറ്റിയ വാങ്ങിക്കല്ലേ, അതേപ്പറ്റി അവർ നോർമലായിട്ട് എടുത്ത് പോയി ചുറ്റിയ വാങ്ങിക്കുമോ? അവൻ 10 കിലോ അല്ലെ 1 കിലോ അലുവ വാങ്ങിച്ച് തിന്നാ മനസ്സിലാക്കാൻ. ചുറ്റിയാണ് കൊല്ലാനുള്ള ചുറ്റിയാണ് അവൻ വാങ്ങിക്കുന്നത്. അത് വൈരാഗ്യം കൊണ്ടാണല്ലോ, അത് സ്വബോധത്തോടു കൂടി തന്നെയാണല്ലോ കൊല്ലണം എന്ന് ഉദ്ദേശിക്കുന്ന സ്വബോധം കൊണ്ടാണല്ലോ ഒരാളെ കൊല്ലാൻ തോന്നിക്കുന്നത്. അത് ശരിയാണ്. അതെന്നാന്നറിയോ,
നമുക്ക് ഒരാളെ കൊല്ലാൻ തോന്നുന്നു, നമ്മുടെ ചുറ്റുമുള്ള ഒരു 50 വീട്ടുകാർ 50 പേരെ കൊല്ലാൻ തോന്നുന്നു. നടക്കുന്ന കാര്യം വല്ലതാണോ? അതല്ല ഇവൻ നടത്തിയിരിക്കുന്നത് അവിടെ. അവൻ എത്ര ഒരു വൈരാഗ്യം കാണിച്ചിട്ട് 3 കുടുംബത്തിലെ ആൾക്കാരെയാണ് കൊന്നു കളഞ്ഞത്. അതൊക്കെ നടക്കുന്ന കാര്യം വല്ലതാണോ? വൈരാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാളെ കൊന്നെന്ന് വരും. അതല്ലേ വൈരാഗ്യത്തിന്റെ. കാണുന്നവരോടെല്ലാം അവരെ മുഴുവൻ കൊന്നൊടുക്കാനായിട്ട് ഇവൻ നടക്കുന്ന അതെന്തൊരു മാനസികാവസ്ഥയാണ്? അതെങ്ങനെയാണ് അവൻ അങ്ങനെ വരുന്നത്? കൊല്ലാനുള്ള വെപ്പണൊക്കെ അവൻ കരുതി വെക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് പോയി മദ്യപിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഇടയ്ക്ക് പോയി റെസ്റ്റ് സമയം കൊടുക്കുന്നുണ്ടല്ലോ. 10 മുതൽ 6 വരെ അങ്ങ് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താ പ്രശ്നം? ഡോക്ടേഴ്സ് പറയട്ടെ, സൈക്കാട്രി സൈക്കോളജി കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, എന്നാൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അവൻ കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ വന്ന് ഹാജരായിട്ടുണ്ട്, കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അവനറിയാം, കൃത്യമായിട്ട് അറിയാം പിടിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വന്നിട്ട് അപ്പോൾ മാനസിക പ്രശ്നമില്ല എന്ന് അതിൽ തന്നെ വ്യക്തമല്ലേ? അങ്ങനെ യോജിക്കാലോ. എന്തിനാ അപ്പൊ മാനസിക പ്രശ്നമല്ലോ? അല്ലെങ്കിൽ പിന്നെ കൊല്ലുന്ന എന്തിനെന്ന് അതിന് കാര്യം പറ. അതാണ് പക. പകയാകുമ്പോ കാണുന്നവരെല്ലാം കൊന്നെടുത്ത് ഒരു ജന്മത്തിൽ മുഴുവൻ എത്രായിരം പേരെ കൊന്നെടുക്കണം അവന്റെ 8 വർഷം കൊണ്ടുള്ള പക നോക്കിയാൽ. ആയിരക്കണക്കിന് ആൾക്കാർ പകയുണ്ട് അവന്. അവരോട് പോകാത്ത കാശ് കൊടുക്കാത്തതാണോ പക? അല്ലല്ലോ. അപ്പന്റെ ചേട്ടനെ മറ്റേരെയും കൊണ്ട് അവന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. വല്യമ്മയെ കൊന്നത് സ്വർണ്ണം എടുക്കാനാണ്, അമ്മയെ കൊന്നത് പൈസ കൊടുക്കാത്തതെന്ന് പറയാം. ഈ പെൺകൊച്ചിനെ ഇവനെ ഇളയ കൊച്ചിനെ കൊന്നത് എന്തിനാണ്? വൈരാഗ്യ. അപ്പം പൊരുത്തപ്പെടുന്നില്ല. ഒരിടത്ത് നമ്മൾ വൈരാഗ്യം വരുമ്പം ഇളയ കൊച്ചിനെ എന്തിനാണ് കൊന്നത്? ആ പെൺകുട്ടിയെ കൊന്നത് ഇത്ര ഭീകരമായ രീതിയിലല്ലേ കൊന്ന ആ പെൺകുട്ടിയെ? അത് എന്തിനാണ്? അവരെന്ത് കാണിച്ചു? അത് പകയാണോ? അവള് പകല അവള് അതുപോലെ ഇവനെ സ്നേഹിച്ചുകൊണ്ടല്ലേ അവന് സ്വർണ്ണാഭരണം ഒക്കെ അവളുടെ മുഴുവൻ കൊടുത്ത് ഗിൽട്ടിട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഇത് പരസ്പരം ബന്ധപ്പെടുന്നതും പരസ്പരം നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, മോട്ടീവ് വ്യത്യസ്തമായ മോട്ടീവാണ് ഇതിനകത്ത് കാണുന്നത്. അത് പോലീസല്ല ആര് പറഞ്ഞാലും നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. കോടതി അത് പരിശോധിക്കുമല്ലോ. ഒറ്റ മോട്ടീവാണ്, പക തന്നെ. പകയാണെന്ന് വിചാരിച്ചോളൂ. പകയാണെങ്കിൽ ഈ ഇളയ കൊച്ചിനെ കൊന്ന എന്തിന്? പകയാണെങ്കിൽ ആ പെൺകുട്ടിയെ കൊന്നത്. അമ്മയെ കൊന്നോട്ടെ, പൈസ ഇല്ലാത്തതിന് അമ്മയെ കൊന്ന. പണം കിട്ടാനുള്ള വല്യമ്മയും കൊല്ല. അപ്പന്റെ ചേട്ടനെ അനിയനും കൊന്ന എന്തിനും? അവരെ വീട്ടിൽ ആഭരണം ഉണ്ടല്ലോ, എടുത്തില്ലല്ലോ. സ്വർണം കാണും, എടുത്തിട്ടില്ല. ഇതുവരെ ഇല്ല നമ്മുടെ അറിവില്ല. അപ്പൊ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇവന്റെ മാനസികമായ വ്യാപാരം നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയണേ, ബാക്കി എലിമിനേറ്റ് ചെയ്യട്ടെ. ഇവന് വേറെ ഏതെങ്കിലും ക്ഷുദ്ര ശക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ 8 വർഷം കൊണ്ട്? അതുപോലെ മന്ത്രം ആ രീതിയിലുള്ള ഏതെങ്കിലും എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? എലിമിനേറ്റ് ചെയ്യട്ടെ. എങ്ങും ഇല്ലെങ്കിൽ ഇവന് ഒരു മാനസികമായി വികടമായ വക്രതയുള്ള ഒരു മനസ്സ് അവന് 8 വർഷം കൊണ്ട് രൂപപ്പെട്ടു വന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോഴും സാറേ, ഇവർക്ക് കടമുണ്ട്, ആർഭാടമാണ് എന്ന് പറയപ്പെടുന്നു. കുടുംബം ഉൾപ്പെടെ ആർഭാട ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരു ദിവസം 10,000 രൂപ തിരിച്ചടവ് വരെ കൊടുക്കേണ്ട ഗതികേടിലാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത്. അത്രത്തോളം പണം കടം വാങ്ങിയിട്ടുണ്ട്. ഇവൻ ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മാല കൊണ്ട് പണയം വെച്ച് അതിൽ നിന്ന് 40,000 രൂപ ATM കൗണ്ടറിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കേണ്ടവർക്ക്, അതായത് ഒരു തിരിച്ചടവുള്ള ഒരു വ്യക്തിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് എന്ത് മാനസിക പ്രശ്നമാണുള്ളത്? കൃത്യമായിട്ട് അവന് ബോധ്യമുണ്ട് ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, അതൊന്ന് കൊടുക്കണം. ATM കൗണ്ടറിൽ പോകുന്നു, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ പൈസ ഇടുന്നു, അതൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ ഏത് രീതിയിലാണ് മാനസിക പ്രശ്നം കാണേണ്ടത്? എന്നാ പിന്നെ എന്ത് എളുപ്പം ഉണ്ടായിരുന്നു? ഇത്രയും പേരെ കൊന്ന് അതിന്റെ പാപഭാരം ചുമക്കേണ്ട ആവശ്യം? ഇവനങ്ങ് ആത്മഹത്യ ചെയ്താൽ പോരായിരുന്നു. ഇവനങ്ങ് ജീവൻ അവസാനിപ്പിച്ച് എന്ത് എളുപ്പമായിരുന്നു? നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരുത്തന്നെ ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമേ കാണുന്നത് ചെറുപ്പക്കാരൻ. അതല്ലേ ഏറ്റവും നല്ല സൊല്യൂഷൻ. ഇവൻ എത്ര പേരെ കൊന്നിട്ടാണ് ഇവന് സർവൈവ് ചെയ്ത് നിൽക്കുന്നത്? അവിടെയാണ് ഞാൻ പിടിക്കുന്നത്. ഇവൻ തന്നെ ആരും ചോദ്യം കടത്തിൽ നിന്നെല്ലാം മോചനമായിട്ടില്ല, ഇവൻ തന്നെ ആത്മഹത്യ ചെയ്ത ആ കുടുംബമൊക്കെ രക്ഷപ്പെടത്തില്ലേ? അതെന്താ ചെയ്യാൻ? ഞാൻ അതിന് ഉത്തരം പറ, കേൾക്കട്ടെ. കുടുംബത്തിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അതിനോടൊന്നും ചോദിക്കാൻ പറ്റൂല. കാരണം ആ രീതി ചിന്തിക്കാൻ പാടില്ല. കാരണം ഇവൻ തന്നെ ഇതിന് പരിഹാരം ഒറ്റയെടുക്കണം, അവനെ ആത്മഹത്യ ചെയ്യാം. പക്ഷേ അല്ല, ഉത്തരവാദിത്വം ഉണ്ട്. കാരണം പറഞ്ഞാൽ ഈ കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസവും ഉമ്മയും ഇവനും കൂടിയാണ് കട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയി 50,000 രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഉമ്മാക്ക് എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം. ഉമ്മയും ഉത്തരവാദിയാണ്. അതുകൊണ്ട് ഇവൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴി മുഴുവൻ വരുന്നത് ഉമ്മയുടെ മേലെയാണ്. അത് ഇവൻ കടന്നു പോവല്ലേ? അവൻ ഈ ഭൂമി വിട്ട് പോവല്ലേ? ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമ്മാനെയാണെന്ന് പറയുന്നത്. അതൊക്കെ ചുമ്മാ. ഉമ്മ ഇഷ്ടം ഉണ്ടെങ്കിൽ ഉമ്മയെ കൊല്ലുവോ? അതിനൊന്നും ചോദിക്കാൻ പറ്റില്ല. നമുക്ക് ഒന്നും പൊരുത്തപ്പെടുന്നില്ലെന്നേ. ഉമ്മ അവന് ഏറ്റവും ഇഷ്ടമുള്ള ഉമ്മയെ കൊല്ലുവോ? ഉമ്മയുടെ സ്നേഹം കൊണ്ട് ഇവൻ തന്നെ അങ്ങ് ഉമ്മ ജീവിക്കട്ടെ കുറച്ച് നാളോടെ, അങ്ങനെയല്ലേ ചിന്തിക്കണ്ടേ? ഇവൻ തന്നെ ആത്മഹത്യ എല്ലാത്തിനും പ്രശ്നമായി, പരിഹാരമായില്ലേ? അത് അവൻ ചിന്തിച്ചില്ല. അതിനെ എല്ലാവരെയും കൊന്നിട്ട് അവൻ കുളിച്ച് ഒരുങ്ങി വീണ്ടും വന്നിരിക്കുകയാണ് ജീവിക്കാൻ. അത് നടക്കൂല. ഇവനെ തൂക്കിക്കൊല്ലാൻ തന്നെ ഇവനെ വിധിക്കണം, അതിന് യാതൊരു സംശയമില്ല. കാരണം അവൻ നോർമലാണ്, ഹെൽത്തിയാണ്, ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന എളുപ്പമായി. അങ്ങനെയുള്ളതിനെ നമുക്ക് സമൂഹത്തിൽ വേണ്ട, സൊസൈറ്റിയിൽ വേണ്ട, ഇന്ത്യയിൽ വേണ്ട. അപ്പൊ
അങ്ങനെ വികടമായ ഒരു മനസ്സ്, വികലമായ മനസ്സ്, അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അവന്റെ മാനസികമായ ആ ചംക്രമണം നടന്നു പോകുന്നത്. അത് കൊലപാതകത്തിലേക്കാണ് പോകുന്നത്. ഇത്രയും നാളും അവൻ അതിനൊരു സാഹചര്യം വരാത്തതുകൊണ്ട് പിടിച്ചു നിന്നു. അല്ലെങ്കിൽ ഈ അമ്മയെ കൊന്നത് സേഫ് ആയിരുന്നെങ്കിൽ പല വീടുകളിൽ ഇതുപോലെ കൊന്നേനെ. ഞാൻ നോക്കുമ്പോ ആ അപ്പന്റെ ചേട്ടനെ അത് കൊല്ലാതെ ഇവന്റെ വീട്ടിൽ കൊല്ലാതെ ഇരുന്നാൽ ഈ കേസ് ആരും പിടിക്കും? ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ കൊന്നിട്ട് സ്വർണ്ണം എടുത്താൽ പോരെ? അവനത് കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്നല്ലോ അവിടെ. വല്യമ്മ കൊന്ന അങ്ങനെയല്ലേ? അവന് സംശയം വരാൻ കാരണം അവന്റെ ഉപ്പാപ്പ, അവന്റെ അപ്പന്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ ഇവനെ ഒരു വിളിച്ചതാണ്. അവിടെ കൊണ്ട് തെറ്റിന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അതോടുകൂടി ഇവന് മനസ്സിലായി ഇവനെ പിടിക്കപ്പെട്ടു. അത് കൊന്നിട്ട് പോയ ഇവനെ പിടിക്കത്തില്ല. അത് മാത്രം ചെയ്തിരുന്നെങ്കിൽ അവിടെ ലോക്കലുള്ള ആൾക്കാർ നല്ല ഇടി പോലീസിന്റെ ഉണ്ടായി. കാരണം പിടിക്കാൻ പറ്റില്ല. ഇവന് ഇത്ര നല്ല ചെറുക്കന്റെ നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും നല്ല, ആ ഏരിയയിലില്ല വെഞ്ഞാറമൂട് ഇത്ര നല്ല ചെറുക്കൻ. പക്ഷെ അവന്റെ മനസ്സെങ്ങനെ കിടക്കുന്നത്? ഇതാണ് പല കേസിലും നമ്മളെ മിസ്ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഈ കേസിനകത്ത് ഇതിനൊരു മോട്ടീവ് പോലീസിന് ഫിക്സ് ചെയ്യാൻ പറ്റും.